ഹലോ. ആ സർ. ഇല്ല സർ. ഓക്കെ സർ. ശരി സർ. ശരി സർ, നോക്കാം. ഓക്കെ സർ. ഇല്ല സർ. ശരി സർ, ഓക്കെ എന്നാൽ. എന്താ പറയൂ. സാറേ, എൻ്റെ ഭർത്താവിനോട് പിടിച്ചിട്ടുണ്ട്. ഇന്ന് പിടിച്ചാണോ? ഇന്നലെ രാത്രിയാ സാറേ. ഓ, ആ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസ്. നിങ്ങളെ ഭർത്താവും കൂട്ടുകാരും ഒത്ത് ഇന്നലെ രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ച കേസല്ലേ? അതെ. പോലീസ് ചെക്ക് നേരം പോക്കല്ല. ഇനി അങ്ങനെ ഉണ്ടാകാൻ നോക്കിക്കൊള്ളാം സാറേ. ഇന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശരി. ഇത് സർക്കാർ ചെയ്യുന്നൊരു സുരക്ഷയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകണം. പിന്നെ നിങ്ങളെ ഭർത്താവിന് ക്ലാസ് ഉണ്ടാവും. ശരി. ഇവിടുന്ന് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു സബൻസ് വരും. അപ്പം നിങ്ങൾ കോടതിയിൽ ഹാജരായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തമ്മിൽ ഇനി കാണരുത്. മനസ്സിലായോ? പൊക്കോളൂ. ശരി സാർ. അപ്പം നിങ്ങളാണ് ആ കലാകാരന്മാരെ തല്ലിയ ആളല്ലേ? എന്തിനാ നീ ഇവനെ തല്ലാൻ പോയത്? എടോ, കല എന്ന് പറയുന്നത് ഒരു സത്യമുള്ള സംഭവമാണ്. തനിക്കറിയോ? കലാകാരന്മാരെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കലാകാരന്മാരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? കാരണം താൻ ഇവനെ അടിച്ചു എന്നല്ലേ പറയണത്. ഒരു കലാകാരനെ അടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്നൊരു വിഷമം ഒരുപാട് അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളായിട്ട് ജീവിക്കുക. അപ്പം ഇനി മേലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത് കേട്ടോ. കല എന്ന് പറയുന്ന ഒരു സത്യമുള്ള സംഭവമാണ്. ഞാനൊരു കലാകാരനാണ്, കലയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. മേലിൽ നിങ്ങളുടെ ഭാഗത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ. നീ കുന്നോളം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വേഗം ഒരു സിനിമ കണ്ടിട്ട് വേഗം വീട്ടിൽ പോയിക്കോ കേട്ടോ. ഓക്കോ. ശേഖരൻ. എന്താ ശേഖര, സ്വന്തം ഭാര്യയുടെ മേലെയാണോ കരാട്ട പഠിക്കുന്നത്? എടോ, പരസ്പരം സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്ന് സ്നേഹിച്ച് പഠിക്കടോ. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് മറ്റു ദമ്പതിമാർക്കൊരു മാതൃകയാവണം കേട്ടോ ശേഖര. ഒരു മാറ്റം വരട്ടെ. ശേഖരനൊന്ന് സ്നേഹിച്ച് പഠിക്ക്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാനുള്ള ഒരിട ഉണ്ടാവരുത്. ഇത് ഞാൻ ആവർത്തിക്കില്ല സാറേ. ഉറപ്പല്ലേ? ഉറപ്പ്. ശരി, പൊക്കോ. സർ, നമ്മുടെ ക്ലബിൻ്റെ വാർഷികമാണ്. സാറിനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കാൻ വന്നതാണ്. 12-ാം തീയതി അല്ലേ പറഞ്ഞേ? അതെ സർ. 3 മണിക്കല്ലേ? അതെ. ഞാൻ എത്തിക്കോളാം. താങ്ക് യു സർ. സാറിൻ്റെ നമ്പറും തരുമോ? 9539 222222. ഓക്കെ സർ. ശരി ശരി. സാറേ നമസ്കാരം. ഫയൽ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഓ